5 ബില്യൺ ആൾക്കാരാണ് കഴിഞ്ഞ 2022 ഫിഫ വേൾഡ് കപ്പ് കണ്ടത്. അതായത് നമ്മുടെ ലോകത്തിന്റെ ടോട്ടൽ ജനസംഖ്യ എടുത്താൽ 8 ബില്യൺ ആൾക്കാരുണ്ടാവും. അതിൻ്റെ 62.5% ആൾക്കാരാണ് ഈ ഒരു ഫുട്ബോൾ എന്നൊരു കളി ആസ്വദിക്കുന്നത്. ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ EMCയുടെ ഫുട്ബോൾ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായിട്ടുള്ള ഒരു ഇവന്റാണ്. പക്ഷേ ഈ ഒരു ഇവന്റിന് പുറകെ ഒരു കഥയുണ്ട്. ഫുട്ബോളിനെ സ്നേഹിച്ച നമ്മുടെ സ്വന്തം അജ്സൽക്കാരുടെ കഥ. വെൽക്കം ടു ട്രിവേല, resurrecting the legacy of our beloved one. Resurrecting the legacy of beloved one. ട്രിവേല 2.0 7, 8, 9 തീയതികളിലായി ഹസിൽ ടർഫ് എടപ്പള്ളിയിലും എറണാകുളം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിലും വെച്ച് നടക്കുന്നു. ഏതൊരു ഇവന്റ് ഉണ്ടെങ്കിലും അതിന്റെ തലേന്നാണ് ശരിക്കും അതിന്റെ ഒരു കഷ്ടപ്പാട് നമുക്ക് കാണാൻ പറ്റും. ഞാൻ എൻ്റെ മോഡൽ എക്സാമിന്റെ കുറച്ച് പഠിച്ചു കഴിഞ്ഞിട്ട് വൈകിട്ട് ചെന്നപ്പോൾ കാണാൻ പറ്റിയ കാഴ്ച, ഗ്രൗണ്ടിൽ പഗോഡ, പിന്നെ കുറെ ഫ്ലെക്സുകൾ, പിന്നെ പെയിന്റ് അടിക്കാൻ ഒരു സൈഡിലെ ആൾക്കാർ, ഗ്രൗണ്ടിലെ ആൾക്കാർ ഗ്രൗണ്ടിന്റെ മെഷർമെന്റ് എടുക്കുന്നു. ഈ ഒരു ഇവന്റിൽ നമ്മുടെ കോളേജ് യൂണിയനിലുള്ള മെമ്പേഴ്സാണ് ഈ ഒരു ഇവന്റിന്റെ മൊത്തം നടത്തിപ്പുകാർ എന്ന് പറയാം. 9 പേരുള്ള അടങ്ങുന്ന ഒരു യൂണിയന് ഒറ്റയ്ക്ക് തീരുമാനിച്ചാൽ ഒരിക്കലും ഒരു കോളേജിൽ ഒരു പരിപാടി നടക്കില്ല. അപ്പൊ അതിനായിട്ട് മാൻ പവർ വേണം. അപ്പൊ ഈ നമ്മുടെ യൂണിയൻ മെമ്പേഴ്സ് കുറെ ഹെഡ്സിനെ തീരുമാനിക്കും. ആ ഹെഡ്സിന്റെ അണ്ടറിൽ അവർ തീരുമാനിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ അതിന്റെ മെമ്പേഴ്സും എല്ലാവരും കൂടി ചേർന്ന് ഒരു യൂണിയൻ ആയിട്ടാണ് ഈ ഒരു ട്രിവേല എന്നുള്ളൊരു ഇവന്റ് നടത്താം. ആദ്യം തന്നെ പറയാം, നമ്മളുടെ കോളേജിലോട്ടേക്ക് കളിക്കാൻ വരുന്ന ടീമുകൾ. അപ്പൊ അവർക്ക് നമ്മൾ സ്റ്റേ കൊടുക്കണ്ടേ? അപ്പൊ സ്റ്റേ കൊടുക്കാനായിട്ട് അക്കോമഡേഷൻ കമ്മിറ്റി, ഈ ഒരു അക്കോമഡേഷൻ കമ്മിറ്റിക്ക് നമ്മളുടെ കോളേജിൽ തന്നെ ഒരു സ്റ്റേ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കോളേജിൽ വരുന്ന ടീമുകൾക്ക് നമ്മളുടെ കോളേജിലുള്ള ഇൻഫ്രാസ്ട്രക്ചറിൽ എന്തെങ്കിലും ഡാമേജ് പറ്റിയാലോ? അപ്പൊ അതിനായിട്ടാണ് നമ്മൾ ഒരു കോഷൻ ഡെപ്പോസിറ്റ് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു കോഷൻ ഡെപ്പോസിറ്റ് വാങ്ങിച്ചിട്ട് അവർക്ക് ഒരു സ്റ്റേ കൊടുക്കുന്നു. തിരിച്ചു പോകുന്ന സമയത്ത് അവർക്ക് ആ കോഷൻ ഡെപ്പോസിറ്റ് തിരിച്ചു കൊടുക്കുന്നു, ഡാമേജസ് ഒന്നും ഇല്ല എന്ന് കരുതുക. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അക്കോമഡേഷൻ കമ്മിറ്റി. അതിന് വേണ്ടിയിട്ട് 2 ആൾക്കാർ ഹെഡായിട്ട് തീരുമാനിക്കുന്നു. അക്കോമഡേഷൻ കാര്യങ്ങൾ അവർ ഡീൽ ചെയ്യുന്നു. നമ്മളൊരു ഇവന്റിന് നമ്മൾ കോളേജിൽ വരുമ്പോൾ ബ്ലാങ്ക് ആയിട്ട് എല്ലാ സ്ഥലങ്ങളും ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ബ്യൂട്ടി, അതിൻ്റെ ഒരു ചെറിയൊരു എഡ്ജ് നഷ്ടപ്പെടും. ആദ്യത്തെ ട്രിവേല നടന്ന സമയത്ത് നമ്മളെ ഗ്രൗണ്ട് ഒരു പെയിന്റ് അടിച്ച് നമ്മൾ ഏകദേശം ഡിസൈനൊക്കെ ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ അത് 1 കൊല്ലം കഴിഞ്ഞുകൊണ്ട് അതിൻ്റെ പെയിന്റ് നഷ്ടപ്പെട്ടു. അത് നമ്മൾ ഒന്നും കൂടി മോഡിഫൈ ചെയ്ത് പെയിന്റ് ഒക്കെ അടിച്ച് റെഡിയാക്കി വെക്കുന്നു. പെയിന്റിങ് കാര്യങ്ങൾ അത് അവിടെ കിടക്കട്ടെ. നമ്മൾ ഇനി ഗ്രൗണ്ടിലോട്ടേക്ക് കിടക്കാം. ഗ്രൗണ്ടിന് നമുക്ക് വേണ്ടത് നമ്മളുടെ ഫുട്ബോൾ 11s കളിക്കാനും. ശരിക്കും പറഞ്ഞാൽ 11s കളിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള മെഷർമെന്റുകളുണ്ട്. അപ്പോൾ ഈ ഒരു മെഷർമെന്റ് കറക്റ്റ് ആയിട്ട് ജൂനിയേഴ്സിന് പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് മെഷറിംഗ് ടേപ്പ് വെച്ചിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുമ്മായപ്പൊടി ഇടുന്നു. എല്ലാ കളികളിലും നമ്മൾ കുമ്മായപ്പൊടിയാണ് ഇടല്. അപ്പോൾ 2 ചാക്ക് കുമ്മായപ്പൊടിയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് നമ്മുടെ ജൂനിയേഴ്സ് നല്ല എനർജറ്റിക് ആയിട്ട് ഈ ഒരു കുമ്മായപ്പൊടിയൊക്കെ ഇട്ട് ഗ്രൗണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആക്കിയിട്ട് വെക്കണം. അപ്പോൾ നമ്മുടെ ഗ്രൗണ്ടിൽ പ്രിപ്പറേഷൻ ഏകദേശം റെഡി ആയിട്ട് ഇരിക്കുകയാണ്. പിന്നെ നമ്മളുടെ ഒരു കാര്യം ഞാൻ വിട്ടുപോയത്, നമ്മുടെ ഗ്രൗണ്ടിന്റെ സൈഡിൽ തന്നെ ബാരിക്കേഡുകളും ഫ്ലാഗുകളും വെക്കുന്നുണ്ട്. അപ്പൊ ഈ ഫ്ലാഗുകളൊന്നും ഫിക്സ് ചെയ്യുന്നത് നമുക്ക് അറിയാം, കമ്പിയൊക്കെ വെച്ചിട്ട് നല്ല ശക്തി ഉപയോഗിച്ചിട്ടൊക്കെ ഉള്ളിൽ ഗ്രൗണ്ടിനോട് ചേർത്ത് ഫിക്സ് ചെയ്യലാണ്. അപ്പോൾ ഇതിന്റെ ബ്യൂട്ടി നമുക്ക് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ അതിനെ കാണാം. അപ്പോൾ നമുക്ക് രാവിലത്തെ കാഴ്ചകളിലോട്ടേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ദിവസത്തിലോട്ടേക്ക് കിടക്കാം. രാവിലെ തന്നെ 2 ടീമുകളാണ് കളിക്കാൻ വന്നത് ആദ്യത്തെ മാച്ചിന് വേണ്ടിയിട്ട്. 7:30 മണിക്കാണ് നമ്മളുടെ ആദ്യത്തെ മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ കളി നടക്കുന്നത് പൂൾ എയിൽ കുറച്ച് ടീമുകളും പൂൾ ബിയിൽ കുറച്ച് ടീമുകളായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ പൂൾ ബിയിലുള്ള കുറച്ച് ടീമുകൾ അടുത്ത ദിവസം കളിക്കും. ഈ പൂൾ എയിലുള്ള ടീമുകളുടെ കളിയാണ് ഈ ഡേ 1 നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ടീം പൂൾ എയിലാണ്. ആദ്യത്തെ മാച്ച് തന്നെ നമുക്ക് 2-0 ജയിക്കാൻ പറ്റി. അപ്പോൾ നമ്മളുടെ ടീം കളിക്കുന്നതിന് മുന്നേ ട്രെയിനിങ്ങും ക്യാമ്പും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാ മേഖലകളിലും നമ്മൾ കുറച്ചുകൂടി ഒന്ന് ഷാർപ്പ് ചെയ്തു. രണ്ടാമത്തെ മാച്ച് 3:30 മണിക്കാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് പോയി കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്തിട്ടാണ് കളിക്കാൻ വരുന്നത്. ഇതൊരു സ്പോൺസേർഡ് വീഡിയോ അല്ല. മാരോ നമ്മൾ സ്പോൺസറായിട്ട് അവിടെ കുറച്ച് ആക്ടിവിറ്റീസ് നടത്തിയിരുന്നു. അതിനെ പറ്റി പറയാനാണ്. അവിടെ നമ്മളുടെ മാരോൻ്റെ ഒരു ഷെഡ് ഉണ്ടായിരുന്നു. അവിടെ അവർ ടാബ്ലറ്റിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും അവിടെ ഉള്ള ക്വസ്റ്റ്യൻ ബാങ്ക് അറ്റൻഡ് ചെയ്യാം. ഏത് സബ്ജക്റ്റിൽ നിന്നും ക്വസ്റ്റ്യൻ ബാങ്ക് അറ്റൻഡ് ചെയ്യാം. ആ ക്വസ്റ്റ്യൻ ബാങ്ക് അറ്റൻഡ് ചെയ്തിട്ട് അതിൽ ഒരു സർട്ടൺ എമൗണ്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് ഒരു ലെവല് കടന്നു കഴിഞ്ഞാൽ അതിന് വിന്നേഴ്സ് ആവും. അപ്പോൾ വിന്നേഴ്സ് ആയി കഴിഞ്ഞാൽ നല്ല എക്സൈറ്റിംഗ് പ്രൈസസ് ഒക്കെ ഉണ്ടായിരുന്നു. 3:30 മണിക്ക് നമ്മളുടെ സെക്കൻഡ് മാച്ച് ഉണ്ടായിരുന്നു. നമ്മളതിൽ
തോൽക്കുകയാണ് ചെയ്യുന്നത് പെനാൽറ്റി ഷൂട്ടൗട്ടിൽ. പക്ഷെ ഒരു ഗെയിം ആകുമ്പോൾ അതിന് ജയവും തോൽവിയും ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി, നമ്മൾ സ്ഥിരമായിട്ട് കളിക്കുന്ന ആൾക്കാരായതുകൊണ്ട് എന്തൊക്കെയാണ് മിസ്റ്റേക്ക് പറ്റിയത് അത് മനസ്സിലാക്കി നമ്മൾ അടുത്ത കളിയിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് വിചാരിച്ച് അങ്ങനെ മുന്നോട്ട് പോയി. അതാണ് ട്രിവേല 2.0. പക്ഷേ ട്രിവേല 2.0 മുന്നേ ട്രിവേല 1.0 ഉണ്ടായിരുന്നു. അതിന് കപ്പടിച്ച ടീമാണ് EMC, നമ്മളുടെ സ്വന്തം എറണാകുളം മെഡിക്കൽ കോളേജ്. അപ്പോൾ അത് നടത്തിയത് ധ്രുവ സ്റ്റുഡൻസ് യൂണിയൻ ആയിരുന്നു. ഞാൻ ആ സമയത്ത് യൂണിയനിലുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഓർഗനൈസിങ് കമ്മിറ്റിയും കുറേ വർക്കുകളായിട്ട് ബിസി ആയിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം നല്ലൊരു വീഡിയോ ഇറക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ട്രിവേല 2.0 വീഡിയോ ഇറക്കുന്നത്. പക്ഷേ ട്രിവേല മാത്രമല്ല, നമ്മുടെ കോളേജിൻ്റെ ലെജൻഡറി പ്രോഗ്രാം ആയിട്ടുള്ള റെവേറ കൂടി ആ ഒരു സമയത്ത് നടന്നിരുന്നു. അപ്പോൾ റെവേറക്കാണെങ്കിൽ നമ്മൾ ഫുട്ബോൾ മാത്രമല്ല, അവിടെ ടേബിൾ ടെന്നീസ് ഉണ്ടാവും, ബാസ്കറ്റ്ബോൾ ഉണ്ടാവും, വോളിബോൾ ഉണ്ടാവും, കൊക്കോ ഉണ്ടാവും, അങ്ങനെ പല ഗെയിംസ് അടങ്ങിയിട്ടുള്ളൊരു വലിയ ഇവൻ്റ് ആയിരുന്നു റെവേറ. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾക്കൊരു സെപ്പറേറ്റ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ ഒക്കെ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ മാക്സിമം കമൻറ്റ് കിട്ടുന്നതനുസരിച്ച് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇറക്കുന്നതായിരിക്കും. ഇനി നമുക്ക് രണ്ടാമത്തെ ദിവസത്തിലോട്ടേക്ക് കിടക്കാം. അപ്പോൾ രണ്ടാമത്തെ ദിവസം പൂൾ ബിയിലുള്ള മാച്ചസ് ആയിരുന്നു ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ പൂൾ ബിയിലുള്ള മാച്ചസ് ആയിരുന്നു രണ്ടാമത്തെ ദിവസം നടന്നിരുന്ന. കുറച്ചധികം മാച്ചസ് ഉണ്ടായിരുന്നു. നമ്മളുടെ ക്വാർട്ടർ ഫൈനൽ വരെ നമ്മൾ ആ ഒരു രണ്ടാമത്തെ ദിവസം മെൻ ഫുട്ബോൾ തീർത്തു വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് ഫീമെയിൽ ഫുട്ബോളിലോട്ടേക്കാണ്. പക്ഷേ എനിക്ക് ഫീമെയിൽ ഫുട്ബോൾ കാണാനുള്ള ഭാഗ്യം കിട്ടിയില്ല. കാരണം എനിക്ക് 2 ദിവസം കഴിഞ്ഞ എക്സാം ആയിരുന്നു. പക്ഷെ ഞാൻ അതിന്റെ വീഡിയോസ് ഒക്കെ കുറച്ച് ആൾക്കാരുടെ അടുത്ത് എടുക്കാൻ പറഞ്ഞിരുന്നു. അതെനിക്ക് എടുത്തു തന്ന എല്ലാവർക്കും നന്ദി ഞാൻ പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ ആ വീഡിയോസ് ഞാൻ ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. അവിടെ നടന്ന എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അപ്പോൾ നമ്മുടെ കോളേജിലോട്ടേക്ക് ഫീമെയിൽ ഫുട്ബോൾ ടീം വരും. നമ്മുടെ കോളേജ് ബസ്സിൽ നമ്മൾ ഇവന്റ് നടത്തുന്ന സ്ഥലത്തോട്ടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഇവന്റ് നടത്തുന്നത് കോളേജ് ഗ്രൗണ്ടിലല്ല. കാരണം നമ്മൾ ഫീമെയിൽ ഫുട്ബോൾ നടത്തുന്നത് 5 ടൂർണമെന്റ് ആണ്. 5 ആൾക്കാരാണ് ഒരു ടീമിൽ ഒരു സൈഡിൽ കളിക്കാനുണ്ടാവുക. അപ്പോൾ 5 ടൂർണമെന്റ് നടത്താനായിട്ട് നമ്മളൊരു ടർഫ് ബുക്ക് ചെയ്ത് ആ ടർഫിലാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മളുടെ ടീം, അതായത് നമ്മുടെ എറണാകുളം മെഡിക്കൽ കോളേജ് ടീം, ഫീമെയിൽ ഫുട്ബോൾ ടീം ആദ്യമായിട്ട് കപ്പടിച്ച ഒരു ഇവന്റ് കൂടിയാണ് ട്രിവേല 2.0 ഫീമെയിൽ ഫുട്ബോൾ ടൂർണമെന്റ്. അടുത്തായിട്ട് നമ്മളുടെ ഇവന്റുകളിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് കമ്മിറ്റീസിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ മെഡിക്കൽ ടീമിനെ പറ്റി പറയാം. മെഡിക്കൽ ടീം, അതായത് മെഡിക്കൽ ടീമിൻ്റെ കയ്യിൽ മെഡിക്കൽ കിറ്റ് ഉണ്ടാവും. അപ്പോൾ ഈ മെഡിക്കൽ ടീം ആരൊക്കെയാണ് വേണ്ടത്? അതായത് നമ്മളുടെ മെഡിക്കൽ സ്റ്റുഡൻസ് തന്നെ ആയിരിക്കും മെഡിക്കൽ ടീമിന് ഉണ്ടാവുക. ആ മെഡിക്കൽ ടീമിൻ്റെ കയ്യിൽ ഒരു കിറ്റ് ഉണ്ടാവും, മെഡിക്കൽ കിറ്റ്. അപ്പോൾ അതിനുള്ളിൽ എമർജൻസിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, അതായത് ഐസ്, വെള്ളം, വോളിനി, കോട്ടൺ, ഡൈക്ലോഫിനാക് ജെല്ല്, അതായത് പെയിൻ റിലീഫിങ് ജെല്ലുകൾ, പിന്നെ കുറച്ച് ഗ്ലൂക്കോസ്, അങ്ങനെ നമ്മളുടെ ഏത് സ്പോർട്സ് ഇവൻറ്റിന് പോയാലും ഒരു മെഡിക്കൽ കിറ്റിൽ ഉണ്ടാവേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ആ മെഡിക്കൽ കിറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോ ക്ലിപ്പ് ഞാൻ ഇവിടെ ഇങ്ങനെ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം എന്തൊക്കെയാണ് ഉള്ളതെന്ന് വിശദമായിട്ട് കാണാം. അപ്പോൾ നമ്മുടെ മെഡിക്കൽ ടീമിൽ ഉണ്ടായത് ജൂനിയേഴ്സ് 2 പിള്ളേരാണ്. അപ്പോൾ അവർ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്ന മെഡിക്കൽ എമർജൻസീസ് ഹാൻഡിൽ ചെയ്തിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഒരാൾ എന്തെങ്കിലും ഇഞ്ചറി പറ്റിയാൽ നമ്മൾ ആദ്യം തന്നെ ആ ഒരു വൂണ്ട് ആയിരിക്കും ഉണ്ടാവും. വൂണ്ട് ക്ലീൻ ചെയ്യാനായിട്ട് നല്ല വെള്ളവും ആ ഒരു വൂണ്ടിനെ ഡ്രസ്സ് ചെയ്യാനായിട്ടുള്ള കോട്ടനായിട്ടാണ് പോവുക. ചികിത്സ ഒക്കെ നൽകി അവരെ തിരിച്ച് കളിക്കാൻ വിടും. അപ്പോൾ അതാണ് മെഡിക്കൽ ടീമിനെ പറ്റി ഒന്ന് ഷോർട്ടായിട്ട് പറഞ്ഞത്. ഇനി അടുത്തായിട്ട് വരുന്നത് രജിസ്ട്രേഷൻ ടീമാണ്. അപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യാൻ വരുന്നത് ആ ഒരു ടീമിന്, ഓരോ ടീമുകളുടെ ക്യാപ്റ്റനും കോച്ചും മാത്രമേ വന്ന് ആ ടീമിൽ രജിസ്റ്റർ ചെയ്യുള്ളൂ. അപ്പോൾ ഒരു ടീമിൽ ഏകദേശം 18 ആൾക്കാരുണ്ടാവും. പിന്നെ നമുക്ക് അവിടെ കുറച്ച് ഫൺ ഗെയിംസ് ഉണ്ടായിരുന്നു. അതായത് റൊണാൾഡോ ഒരു ഹെഡർ ചെയ്തിരുന്നല്ലോ, ആ ഒരു ഹെഡറിൻ്റെ ഹൈറ്റിനനുസരിച്ച് നമ്മളൊരു ബോൾ ഫിക്സ് ചെയ്തിരുന്നു. എന്നിട്ട് അത് ഹെഡ് ചെയ്ത് ജയിക്കുന്ന ആൾക്ക് ഐസ്ക്രീം ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും. പിന്നെ അത് കൂടാതെ മെയിൻ ആയിട്ടുള്ള ഒരു ഇവന്റ് എന്ന് വെച്ചാൽ ഒരു ലക്കി ഡ്രോ ഇവന്റ് ഉണ്ടായിരുന്നു. അതായത് ലക്കി ഡ്രോ വഴി നമുക്ക് ജയിക്കുന്ന, അതായത് നറുക്കെടുക്കുന്ന ആൾക്കാർക്ക് ഫുഡ് കൂപ്പൺസ് കൊടുക്കും. അതായത് നമ്മളുടെ കോളേജിന് ചുറ്റുമുള്ള കുറേ ഹോട്ടൽസും കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് സ്പോൺസർഷിപ്പ്, അതായത് ഈ ഒരു ഇവന്റിനായിട്ട് ലക്കി ഡ്രോക്ക് ആയിട്ടുള്ള ഗിഫ്റ്റുകൾ അന്വേഷിച്ച് അവരതിന് സ്പോൺസർ ചെയ്തിട്ട് അങ്ങനെ നമ്മൾ കുറച്ച് ഫുഡ് കൂപ്പൺസും ഫുഡ് ഐറ്റംസും ലക്കി ഡ്രോയിൽ ജയിക്കുന്ന ആൾക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നു. പിന്നെ വരുന്ന ഒരു കമ്മിറ്റിയാണ് ഇൻവിറ്റേഷൻ കമ്മിറ്റി. അതായത് നമ്മുടെ കളി അനൗൺസ് ചെയ്തപ്പോൾ, അതായത് ട്രിവേലയുടെ ഡേറ്റ് അനൗൺസ് ചെയ്തത് തൊട്ട് നമ്മൾ എല്ലാ കോളേജിലേക്കും വിളിക്കണം. നമ്മുടെ കോളേജിൽ ഇങ്ങനെ ഒരു ഇവന്റ് ഉണ്ടെന്ന് എല്ലാവരും അറിയിക്കണം. എന്നിട്ട് അവർ ഇൻവൈറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ടാണ് നമ്മളുടെ ഇൻവിറ്റേഷൻ കമ്മിറ്റി. പിന്നെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് മീഡിയ കമ്മിറ്റി.
ഈ ഒരു മീഡിയ കമ്മിറ്റിയാണ് നമ്മളുടെ ഫുൾ പ്രോഗ്രാമിന്റെ ഒരു കവറേജ് നടത്തുക. വീഡിയോസ് ഉണ്ടാവും, പോസ്റ്റേഴ്സ് ഉണ്ടാക്കണം, അതുപോലെ തന്നെ ഫ്ലെക്സുകളൊക്കെ ഡിസൈൻ ചെയ്യണം. എല്ലാം ചെയ്യുന്നത് നമ്മുടെ മീഡിയ കമ്മിറ്റിയാണ്. പിന്നെ ഒരു കളിക്ക് ഒരു സ്പോർട്സ് ഇവന്റ് ഏതും ആയിക്കോട്ടെ, അവിടെ വാട്ടർ കമ്മിറ്റി നിർബന്ധമായിട്ട് വേണ്ട ഒരു കമ്മിറ്റിയാണ്. വാട്ടർ കമ്മിറ്റിക്ക് എൻ്റെ ഒരു സ്പെഷ്യൽ സല്യൂട്ട്. വളരെ കഷ്ടപ്പെട്ട് വെയിലത്തും എല്ലാ സമയത്തും വെള്ളത്തിന്റെ അവൈലബിലിറ്റി നടത്തിയിരുന്നു. ഞാൻ പിന്നെ ആ ഒരു ദിവസം കുറച്ച് പഠിച്ചിരുന്നു. അപ്പോൾ പഠിച്ച കാര്യങ്ങളെ പറ്റി പറയാം. അപ്പോൾ എനിക്ക് കമ്മ്യൂണിറ്റി മെഡിസിൻ ആണ് മറ്റന്നാൾ പരീക്ഷ. അപ്പോൾ തേർഡ് ഇയറിൽ ഉള്ള ഒരു സബ്ജക്റ്റ് ആണ് കമ്മ്യൂണിറ്റി മെഡിസിൻ. കമ്മ്യൂണിറ്റി മെഡിസിനും ഫോറൻസിക് മെഡിസിനാണ് തേർഡ് ഇയറിലുള്ള 2 സബ്ജക്റ്റുകൾ. അപ്പോൾ കമ്മ്യൂണിറ്റി മെഡിസിൻ പേപ്പർ 1 ആയിരുന്നു അടുത്ത ദിവസം. അതുകൊണ്ട് എനിക്ക് കുറച്ച് അധികം ടൈം സ്പോർട്സിനായിട്ട് മാറ്റി വെക്കാൻ പറ്റിയില്ല. പകരം ഞാൻ പഠിക്കാനായിട്ട് തീരുമാനിച്ചു. മാർക്ക് വരുമ്പോൾ അറിയാം എങ്ങനെയായിരിക്കും അതിൻ്റെ റിസൾട്ട് എന്ന്. അപ്പോൾ ഫൈനൽ ഡേ ഓഫ് ട്രിവേലയിലോട്ട് നമ്മൾ കിടക്കുകയാണ്. ഫൈനൽ ഡേയിൽ സെമിയും ഫൈനലും ഉണ്ടായിരുന്നു. സെമി നടക്കുന്ന സമയത്ത് ഞാൻ ലൈബ്രറിയിൽ ഇരുന്ന് പഠിക്കുകയായിരുന്നു. തൃശ്ശൂർ മെഡിക്കൽ കോളേജ് വേഴ്സസ് കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് ആയിരുന്നു നമ്മളുടെ ഫൈനൽ. അപ്പോൾ ഈ ഒരു കളി എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് കളിയായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഇവർ തൃശ്ശൂർ ഒരു ഗോൾ അടിക്കുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ കാലിക്കറ്റ് ഒരു ഗോൾ അടിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഫൈനൽ ഫുൾ ടൈം ആയി കഴിഞ്ഞ് ഇവർ എക്സ്ട്രാ ടൈമിലോട്ട് കിടക്കുന്നു. അവിടെയും ഗോളുകളൊന്നും വരുന്നില്ല. പിന്നെ നമ്മൾ ആ കളിയുടെ പെനാൽറ്റിയിലോട്ട് കിടക്കുന്നത്. അങ്ങനെ ലാസ്റ്റ് തൃശ്ശൂർ പെനാൽറ്റിയിൽ ജയിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ട്രിവേല 2.0 ചാമ്പ്യൻസ് ആയി തൃശ്ശൂർ മെഡിക്കൽ കോളേജ് മാറി. അവരുടെ കുറച്ച് ക്ലിപ്സ് ഞാൻ ഇവിടെ ഇടുന്നുണ്ട്. കൂടാതെ 2 ടീം മാത്രമല്ല, ഇവിടെ വന്ന മിക്ക ടീമുകളും നല്ല രീതിയിൽ തന്നെയാണ് കളിച്ചു പോയിരുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ ഫുട്ബോൾ കളിക്കാൻ വന്ന എല്ലാ ടീമിനും എൻ്റെ സ്പെഷ്യൽ താങ്ക്സ് ഫോർ കമ്മിങ് ടു എറണാകുളം മെഡിക്കൽ കോളേജ്. അങ്ങനെ നമ്മളുടെ വിജയിക്കായിട്ടുള്ള ക്യാഷ് പ്രൈസും കപ്പും ഒക്കെ കൊടുക്കുന്ന കാഴ്ചകളാണ് നമ്മളിവിടെ കാണുന്നത്. ചാമ്പ്യൻസിന്റെ ട്രോഫി കൊടുക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മുടെ ചാമ്പ്യൻസ് ട്രോഫി കൊടുക്കുന്നു. അവർക്കും നമ്മൾ ഗോൾഡ് മെഡലുകൾ എല്ലാവർക്കും കൊടുക്കുന്നു. വുമൻസ് ഫുട്ബോൾ ടീമിന്റെ ചാമ്പ്യൻഷിപ്പ് ട്രോഫി കൂടി നമ്മളവിടെ കൊടുത്തിരുന്നു. മെയിനായിട്ട് ഫുട്ബോളിൽ EMC ആണ് ഫസ്റ്റ് അടിച്ചത്. റണ്ണേഴ്സ് അപ്പ് TDMC ആയിരുന്നു, അതായത് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആയിരുന്നു. അവർക്കുള്ള കപ്പ് നമ്മൾ അവിടെ നിന്ന് തന്നെ കൊടുത്തു. അപ്പോൾ വുമൻസ് ഫുട്ബോൾ ടീമിനും കൺഗ്രാറ്റുലേഷൻസ് ഫോർ വിന്നിംഗ് ട്രിവേല 2.0. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ബെസ്റ്റ് പ്ലെയേഴ്സ്, ബെസ്റ്റ് ഗോൾ കീപ്പർ, ബെസ്റ്റ് ഗോൾ സ്കോറർ എന്നുള്ള ടൈറ്റിലുകളിൽ ഓരോ കപ്പുകൾ അനൗൺസ് ചെയ്യായിരുന്നു. എന്നിട്ട് നമ്മളുടെ ഇവന്റിലെ ലക്കി ഡ്രോ, അതായത് നമ്മൾ ഓരോ ലക്കി ഡ്രോ എടുക്കുന്നു. അങ്ങനെ കുറെ ഫുഡ് ഐറ്റംസ് ലക്കി ഡ്രോ വഴി നമ്മൾ തെരഞ്ഞെടുത്ത് അവിടുന്ന് നമുക്ക് ഓരോ കുട്ടികൾക്കായിട്ട് ഗിഫ്റ്റ്, അതായത് ലക്കി ഡ്രോക്ക് വിന്നേഴ്സ് അനൗൺസ് ചെയ്യായിരുന്നു. അങ്ങനെ നമ്മളുടെ ട്രിവേല 2.0 അവിടെ സമാപിക്കുകയാണ്. അപ്പോൾ എൻ്റെ ടൈറ്റ് ഷെഡ്യൂളായിരുന്നു. എനിക്ക് മോഡൽ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മാക്സിമം പറ്റുന്ന രീതിയിൽ ഞാൻ ഈ ഒരു ഇവന്റ് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾ എന്തായാലും എൻ്റെ വീഡിയോയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും പുതിയ വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും. ടിൽ ദെൻ, ബൈ ഫ്രം മുഹമ്മദ് ഇസ്മായിൽ. ട്രിവേല 2.0 തൃശ്ശൂർ മെഡിക്കൽ കോളേജ്. ഓക്കെ, അല്ല ഇതിപ്പം അതുകൊണ്ടാണ് മേടിച്ചാൽ അത് മാറ്റിയിട്ട് വന്ന